ഭയങ്കര പോപ്പുലറായിട്ട് ഒരു സിനിമാറ്റോഗ്രാഫിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ വരികയാണെങ്കിൽ ഫോർ ഇപ്പോൾ 1917 ഓസ്കാർ കിട്ടിയ പടം സിംഗിൾ ഷോട്ട്. അപ്പോൾ നമ്മൾക്ക് ഡീക്കിൻസ് അപ്പോൾ നമ്മളിപ്പോൾ ആ പടം നോക്കുക അവരുടെ ഒരു ഇമോഷണൽ ജേണി എന്നുള്ള രീതിയിലാണ് നമ്മൾ പടം കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ജേണി എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലോങ്ങിങ്. ബ്രോ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ക്യാമറ എങ്ങനെയാ പോയി അതായിരിക്കും മനസ്സിൽ വരിക? അറിയാതെ വരൂടാ. നമ്മളതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഒരു പോയിന്റിൽ ക്യാമറ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പറഞ്ഞിങ്ങനെ വന്ന് വേറൊരിടത്തേക്ക് എത്തും. യെസ്, നമ്മൾ ആ മൊമെന്റിലായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെ ഇവിടെ എത്തി, ക്യാമറ നേരത്തെ അവിടെ ഇരുന്നല്ലോ, അതെങ്ങനെ അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതായിരിക്കും ചിന്ത. മേ ബി ഐ മിസ് ലൈക്ക് കപ്പിൾ ഓഫ് സെക്കൻഡ്സ് ഫ്രം ദ സിനിമ. ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദ മൂവ്മെന്റ്സ്. അതുണ്ട്. അത് നല്ലതുമല്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യണോണ്ടാവാം, ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്തിരി ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ആയിപ്പോകുന്നു. ചില കണ്ടന്റുകൾ ഞാൻ ഇരുന്ന് കാണാൻ പറ്റാറുണ്ട്. ഈ ജിംഖാനയിൽ ഇപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് ലീഡ് ആക്ടേഴ്സ് അവരുടെ ഫിസിക്കൊക്കെ സെറ്റ് ചെയ്യണു, 6 പാക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചില സിനിമകളൊക്കെ നോക്കുമ്പോൾ അവരുടെ 6 പാക്ക് റിവീൽ ചെയ്യുന്നൊരു ഭയങ്കര ഷോട്ടൊക്കെ ഉണ്ടാവും. ഒരു ഷോ പീസ് പോലെ ഒരു ഷോട്ട് ഉണ്ടാവും. ജിംഖാനയിൽ അതില്ല. അതെന്താ, അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്? വളരെ ബോധപൂർവം അത് ഒഴിവാക്കിയതാണ്. അത് ഞാനല്ല അത് ബോധപൂർവം ഒഴിവാക്കിയത്, അതിൻ്റെ ഡയറക്ടറാണ് അത് ബോധപൂർവം ഒഴിവാക്കിയത്. നമ്മൾ ട്രെയിനിങ് സോങ് ഉണ്ടല്ലോ ഇതിനകത്ത്, ഇവർ ട്രെയിനിങ്ങിൻ്റെ ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന ഒരു സമയമുണ്ട്. അതൊരു സോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലുക്കും നസ്ലിനൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഇപ്പോൾ എടുക്കും എൻ്റെ 6 പാക്കിൻ്റെ ഷോട്ട്, ഇപ്പം എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. എന്നിട്ട് നസ്ലിനൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും ചെയ്യിക്കാ എപ്പോഴാണ് എൻ്റെ ഷോട്ട് 6 പാക്ക്, നമ്മൾ എടുക്കടാ പറയും. പിന്നെ റഹ്മാനാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 6 പാക്കിൻ്റെ ഷോട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞവന്മാർ എന്നെ നിർത്തും. പക്ഷെ റഹ്മാൻ തന്നെ പറഞ്ഞത് വേണ്ട, നമുക്ക് മസിൽ കാണിക്കാന്നുള്ളതല്ല. ബേസിക്കലി അവരങ്ങനത്തെ ഒരു ശരീരവും ആയിരുന്നില്ല. അവര് മറ്റേ ഫൈറ്റ് ഫിറ്റ് ആയിരുന്നു. അവര് മറ്റേ ലിഫ്റ്റ് ചെയ്ത് ബോഡി ബിൽഡ് വാട്ടർ കട്ട് ചെയ്ത് ഇങ്ങനെ റിപ്ഡ് ആയിട്ട് നിൽക്കുമല്ല അവര്. അത് ഹൗ എ ഫൈറ്റർ ഷുഡ് ലുക്ക് ഇൻ ഹിസ് പ്രൈം. അവരങ്ങനെയാണ് ഇരിക്കുന്നത്, ലീനാണ്. അതായത് ബോക്സറുടെ ഏതൊക്കെ ഏരിയാസിലെ മസിൽസ് ആയിരിക്കും അയാൾക്ക് വോളിയം പെട്ടെന്ന് വരിക. ചില മസിൽസ് അവർ വോളിയം വെപ്പിക്കില്ല, ഫ്ലെക്സിബിലിറ്റി ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മസിൽസ് അവിടെ അധികം പിടിക്കില്ല അവർ. ഇവരുടെ ബോഡി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് ബോധപൂർവം തന്നെ ഒഴിവാക്കിയതാണ്. അങ്ങനെ വേണ്ട എന്ന് തന്നെ വെച്ചു, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നിയത്. ഞാനും അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു റഹ്മാൻ പറഞ്ഞതിൽ. ഒരു ബോക്സിംഗ് പടം എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷെഡൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അത് ഈ ഫീൽ ഗുഡ് പിള്ളേരുടെ പടമാണ്, അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാണോ? അല്ല, അത് യഥാർത്ഥത്തിൽ ബ്ലഡ് ഷെഡ് നടന്നില്ലായിരുന്നു റിയലി, അതുകൊണ്ട് അതില്ല. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. മുമ്പുള്ള ചില ഇൻ്റർവ്യൂകളിലൊക്കെയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് ജിംഷിയും റഹ്മാനും ഈ ബോക്സിംഗ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് നടന്ന ഇൻസിഡൻസോ അല്ലെങ്കിൽ അന്ന് നടന്ന എന്തെങ്കിലും ഒരു സ്പെസിഫിക് സംഭവം ഇതിനകത്ത് സ്ക്രീൻ പ്ലേ സീൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാനത് ആണോ ഇല്ലയോ എന്ന് പറയാം. കാർത്തിക് ഫസ്റ്റ് ഇടി കൊണ്ടിട്ട് തരിപ്പാവുന്ന അതെ, സംഭവിച്ചതാണ്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, അതായത് എൻ്റെ ക്ലാസ്മേറ്റാണ്. അത് ഈ വലിയ ഷിഫാസ് ചെറിയ ഷിഫാസ് എന്ന് പറയുന്ന 2 പേര് എൻ്റെ ക്ലാസ്സിലാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന 2 പിള്ളേരാണ്, ഈ വലിയ ഷിഫാസും ചെറിയ ഷിഫാസും. റഹ്മാൻ +1 പഠിക്കുന്നത്. റഹ്മാൻ ഓൾവേസ് ഹാങ് ഔട്ട് വിത്ത് ദീസ് ബോയ്സ്, +2 ബോയ്സ്. ഇവൻ +2 കൊമേഴ്സിലാണ് വന്ന് ഉച്ചക്ക് ചില്ലിങ്. അങ്ങനെ രൂപപ്പെട്ടൊരു ഫ്രണ്ട്ഷിപ്പും നമ്മളുടെ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയയുടെ പുറത്ത് നമ്മൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന്, സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോയായിരുന്നു ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട്. ഈ ഷാനു എന്ന് പറയുന്ന കഥാപാത്രം അതും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മത്സരം നടക്കുന്ന സമയത്ത് റഹ്മാൻ അറിയാം, റഹ്മാൻ്റെ വെയിറ്റ് ക്ലാസ്സിൽ ഷാനു മാത്രമേ ഉള്ളൂ എന്നുള്ളത് റഹ്മാൻ അറിയാം. റഹ്മാൻ വന്ന് പറയുകയും ചെയ്തു ഷാനുവിൻ്റെ അടുത്ത്, നീ ഒന്നും പേടിക്കണ്ടാ, 1, 2 അത് ചെയ്താൽ മതി, ഞാനും അങ്ങനെ തന്നെ പിടിക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ള മൂഡിലാണ് അവർ ഇറങ്ങിയത്. റഹ്മാൻ പിടിച്ച് ആ ചെക്കനെ ഇടിച്ചു, എൻ്റെ കൂട്ടുകാരനെ റഹ്മാൻ റിങ്ങിലിട്ട് ഇടിച്ചു. റഹ്മാൻ അത് ജയിച്ചിട്ടാണ് റഹ്മാൻ
ഓക്കെ സ്റ്റേറ്റിന് പോകണം. സ്റ്റേറ്റിൽ എവറിത്തിങ് വെൻ Wrong. റിയലി ബാഡ്. ഇടി കിട്ടിയൊരു നസ്ലിനെ കിട്ടി, ഇടിയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചക്കയൊക്കെ ജയിക്കുന്ന, അതായത് ബൈ ലക്കൊക്കെ ജയിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിന് എത്ര റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ട് ഇതില്? നമ്മുടെ പടത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. ഈ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേറ്റ് വരെ പോകുന്നതിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ അതും നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും അതെ, അതുണ്ട്. ഇത് സ്റ്റേറ്റ് എന്തിനു വേണ്ടി ഇവർ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ജില്ലാതല മത്സരം എങ്ങനെ നടന്നു, ഈ ഫ്രണ്ട്സ് എന്താണ് എന്നുള്ളത് അത് റിയൽ സ്റ്റോറിയാണ്. ഈ +2 തോറ്റിരിക്കുന്നു, പക്ഷെ സ്പോർട്സ് കോട്ടയിൽ ഇങ്ങനെ ബോക്സിങ്ങിന് ഒരു ഇതുണ്ട്, ഒരു കോട്ടയുണ്ട്, നമുക്ക് അവിടെ +2 തോറ്റിരിക്കുകയാണ് എന്നുള്ളതായിരുന്നില്ല. ബേസിക്കലി റഹ്മാൻ ഇസ് വെരി ഗുഡ് വിത്ത് ഹിസ് അക്കാഡമിക്സ്. നല്ല മാർക്കൊക്കെ ഉള്ള ഒരു പയ്യനാ എല്ലാത്തിനും പഠിക്കുന്ന സമയത്തൊക്കെ. എൻ്റെ കേസ് ടോട്ടലി ഓപ്പോസിറ്റ് ആയിരുന്നു. ഭയങ്കര ദാരുണമായിരുന്നു എൻ്റെ അക്കാഡമിക്സ്, ബാഡ് ഇൻ സ്റ്റഡീസ്, അത്രേ ഉള്ളൂ. അതേപോലെ കുറച്ച് കൂട്ടുകാരും എനിക്കുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ആർക്കും എന്നെ പോലെ തന്നെ ബുദ്ധിയില്ല, പഠിക്കാനുള്ളൊരു ബുദ്ധിയൊന്നുമില്ല. അവസാനം +2 വരെ ഞങ്ങളെങ്ങനെ തല്ലിക്കൂട്ടി ഒപ്പിച്ചതാണ്. അവിടുന്ന് ഇവ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം പൊട്ടും. പിന്നെ സ്കൂളിലും അത്ര നല്ല പേരായിരുന്നില്ല, നല്ല പേര് കുരുത്തക്കേട് കാരണം നല്ല പേരായിരുന്നില്ല. ഞങ്ങൾക്ക് ഇന്റേണൽ മാർക്സും ടീച്ചേഴ്സ് തരൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അല്ല, അവർ പറയുകയും ചെയ്തു, നീയൊക്കെ വരൂടാ, നീയൊക്കെ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കാല് പിടിക്കും, നീ കണ്ടോ. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്തായാലും കാല് പിടിക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയൊരു ട്രൈ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ ആളിയാ, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിച്ചു തോപ്പിച്ച് ഗ്രേസ് മാർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു വിദ്യാബോധമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 30 മാർക്ക് എന്തോ ആണ് കിട്ടുക, തോറ്റാൽ 14-12 മാർക്ക് കിട്ടും പാർട്ടിസിപ്പേഷൻ. അപ്പം ഞാൻ റെസ്ലിങ്ങിനും പേര് കൊടുത്തു. അപ്പം ഞാൻ അവിടുത്തെ റെസ്ലിങ്ങിൽ തോറ്റാൽ അതിനൊരു 15 കിട്ടും, ഒരു 15 കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ആം റെസ്ലിങ്ങിനും കൂടെ കൊടുത്ത്, അതിന് ടോട്ടലി 2നും കൂടെ തോറ്റാൽ 30 മാർക്കായി. എന്നിട്ട് ഞാൻ 2 വിഭാഗത്തിന് കൊടുത്തിട്ട് ഇതൊക്കെയാണ് പ്ലാനിങ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് റഹ്മാൻ ആക്ച്വലി ഹി വാസ് പ്രിറ്റി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബോക്സിങ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് മറ്റേ +2 കൊമേഴ്സിലെ പിള്ളേരുടെ പ്ലാനിങ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിയും ജോയിൻ ചെയ്ത് പുള്ളി നമ്മുടെ കൂടെ ഓണായി. സ്റ്റേറ്റ് വരെ പുള്ളി എത്തി, പക്ഷെ ഞാൻ ഡിസ്ട്രിക്റ്റിൽ തോറ്റുപോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്ലിങ്ങിൽ ഞാൻ തോറ്റു. ഇത് ആം റെസ്ലിങ്ങിൽ ജയിച്ചായിരുന്നു. ഞാൻ ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയില്ല, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആവശ്യം നടന്നു, മാർക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഐ പുൾഡ് ബാക്ക്. ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. കാരണം ഞാൻ ഇൻവോൾവ് ആവേണ്ട കാര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലി എന്നെ പോലെ തന്നെ ഈക്വലി ആ സിറ്റുവേഷൻ, ആ മൊമെന്റ് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് റഹ്മാൻ. ആൻഡ് നമ്മുടെ പടത്തിൽ ജോജോന്റെ ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആ ക്യാരക്ടറിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് ഹി ഹാസ് അഡോപ്റ്റഡ് തിങ്സ് ഫ്രം ഹിസ് ലൈഫ് ഇറ്റ് സെൽഫ്, ലൈക്ക് ഫ്രം ഹിസ് ടീനേജ് ക്യാരക്ടറിന്റെ സ്വഭാവം. എനിക്കും തോന്നി കൂടുതൽ അയാളെ അതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അയാൾക്ക് ആക്ച്വലി അറിയാം. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിൻ്റെ ഇടയിൽ.